പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ശ്രേയ സ്റ്റാൻലി. ഞാൻ കൊച്ചി മാനാശ്ശേരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഈ ദിവസം എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. ഇന്ന് ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇന്ന് സെപ്റ്റംബർ 26, എനിക്കിന്ന് 20 വയസ്സാകുകയാണ്. ഞാൻ പണ്ട് മുതലേ ഭയങ്കര നല്ല ഭര്യഭക്തിയായിരുന്നു. ഞാൻ എപ്പോഴും കൊന്തെത്തിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെറുപ്പം മുതലേ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ജർമ്മൻ ഭാഷ +2 കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ ഭാഷ പഠിക്കാൻ പോയി. അവിടെ നിന്ന് B2 പഠിച്ചിറങ്ങിയ സമയത്താണ് ഞാൻ ഉടമ്പടിയെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. അപ്പോഴാണ് കൃപാസനത്തിനെ പറ്റി ഞാൻ അന്വേഷിക്കുകയും യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല. ഞാനങ്ങനെ സെപ്റ്റംബർ 2024 എൻ്റെ 4 മൊഡ്യൂള് എക്സാം ഡേറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രം അവിടെ എക്സാം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ എനിക്ക് ആദ്യത്തെ എക്സാം എന്ന് പറയണത് സ്പീക്കിംഗ് ആയിരുന്നു. അപ്പോൾ സ്പീക്കിങ്ങിന് കയറിയപ്പോൾ എനിക്ക് അറിയാൻ പാടാത്ത ടോപ്പിക്കായിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ കൃപാസനത്തിലെ സാക്ഷ്യമൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കഴിവുകൊണ്ടല്ല, അവിടുത്തെ കൃപ കൊണ്ടാണ് എനിക്കെല്ലാം സാധ്യമായി കിട്ടിയതെന്ന് പറഞ്ഞ് ഞാൻ അമ്മനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ സ്പീക്കിങ്ങിന് കയറി. 15 മിനിറ്റ് ടൈം കിട്ടിയിട്ടും എനിക്ക് എൻ്റെ പേപ്പറിലൊന്നും എഴുതാൻ പറ്റിയില്ല. ഞാൻ പക്ഷേ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് ധൈര്യമായിട്ട് സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്കതിന് ആൻസേഴ്സ് പറയാനും പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ലിസണിങ്ങും ഹിയറിങ്ങും എക്സാമിന് കയറിയപ്പോൾ അതും എനിക്ക് അറിയാൻ പാടാത്ത ടോപ്പിക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എക്സാം റൈറ്റിങ്ങിന് കയറിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഈ 3 എക്സാമും എനിക്കറിയില്ല, 4ാമത്തെ എക്സാമെങ്കിലും എനിക്ക് അറിയുന്ന എന്തെങ്കിലും വന്നേ അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ഞാൻ ഉച്ചക്ക് ബ്രേക്കിൻ്റെ ടൈമിൽ തുറന്നു നോക്കിയ ടോപ്പിക്കാണ് എനിക്ക് റൈറ്റിംഗ് എക്സാമിന് വേണ്ടി വന്നത്. പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും പാടായ സ്പീക്കിങ്ങും റൈറ്റിങ്ങും തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചുവെങ്കിലും എനിക്ക് പല തടസ്സങ്ങൾ കാരണം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ആ മാസങ്ങളിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ജാനുവരി 5, 2025 ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. അന്ന് എനിക്ക് മാതാവിനെ പിടിക്കാൻ കിട്ടി. അന്ന് എനിക്ക് മനസ്സിലായി അതിന് വേണ്ടിയിട്ടാണ് മാതാവ് എത്രയും ദിവസം എനിക്ക് ടൈം തന്നത്. അതിനു മുമ്പ് എന്നേക്കാളും യോഗ്യരായ ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ജാനുവരി 5-ാം തീയതി എന്നുള്ള സമയം തന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഇവിടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോയി. എല്ലാ ദിവസവും ഞാൻ ആരാധനയിൽ പങ്കെടുക്കുക, അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ മാർച്ചിൽ എക്സാം എഴുതാൻ പോയി. അങ്ങനെ ഞങ്ങൾ 4 ഫ്രണ്ട്സായിട്ടാണ് പോയത്. അവരൊക്കെ ഹിന്ദുസാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് പരിശുദ്ധ അമ്മയെപ്പറ്റി സംസാരിക്കുകയും കൃപാസനത്തെ പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് ഞാൻ വെഞ്ചരിച്ച് ഉപ്പും തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിച്ച് നമുക്ക് എക്സാമിന് പോകാം. രാവിലെ എണീച്ചപ്പോൾ ഞങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് കണ്ടിട്ടാണ് ബാംഗ്ലൂർ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ എക്സാം സെൻറ്ററിൽ ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കയറി എക്സാം എഴുതി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയ എല്ലാവർക്കും ഞങ്ങൾക്ക് എക്സാമിന് ലേസനും ഹ്യോറനും പാസ്സാവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അപ്പോൾ എനിക്ക് അന്ന് രാത്രി ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ 4 ഡേയ്സ് എടുത്തിട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷെ ഞാൻ അന്ന് ട്രെയിൻ കയറി നൈറ്റ് വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ കുടുംബ പ്രാർത്ഥന ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ റിസൾട്ട് വരികയും ഞാൻ 4 മൊഡ്യൂൾ പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി കൊടുത്തു. അവിടെ 4 പേരാണ് വന്നിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരും അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണതിനെ കണ്ടിട്ട് അവർ ഹിന്ദുസാണ്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കണ കണ്ടിട്ട് അവരെന്നോട് ചോദിച്ചു ഇതെന്താണ്. അപ്പോൾ ഞാൻ ഉടമ്പടിനെ കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ അവരോട് സംസാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഇൻ്റർവ്യൂ പാസ്സാവണമെങ്കിൽ നമുക്ക് കൃപാസനത്തിൽ പോയിട്ട് മാതാവിന് ഒരു മുല്ലപ്പൂമാല ഇടുകയും പ്രാർത്ഥിച്ചിട്ട് പോരുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
അതിൽ 2 പേര് പാസ്സായി എക്സാമിന്. അവർ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അവരിപ്പോൾ ജർമ്മനിയിലാണ്. അതിലൊരാൾക്ക് ഏജൻസി കുറേ നാളായിട്ട് ഏജൻസി ഇങ്ങനെ പറ്റിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, നീ വന്ന് കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിക്ക്, നിനക്ക് അമ്മ സാധിച്ചു തരും അങ്ങനെയൊക്കെ പറയായിരുന്നു. അപ്പോൾ അവളും അവളുടെ ഫ്രണ്ടും കൂടി വന്നിട്ട് കൃപാസനത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ആഴ്ച അവൾക്ക് ഇൻ്റർവ്യൂ പാസ്സായി. നാളെ അവൾ ജർമ്മനി പോവുകയും ചെയ്യാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കുറേ ഏജൻസി നോക്കി, എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും ഓക്കെ ആയില്ല. എല്ലാവരും പൈസ കൊടുത്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് എൻക്വയറി ചെയ്തിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് കോൾ വന്നു. അപ്പോൾ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ഞാൻ കയറുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി തിരി കത്തിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞങ്ങളൊരു 10-20 പേരുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 10 പേര് സെലക്ട് ആകുകയും പിറ്റേ ദിവസത്തെ ഇൻ്റർവ്യൂവിലേക്ക് ഞങ്ങളെ നിയമിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഇൻ്റർവ്യൂവിൽ 10-ൽ നിന്ന് 5 പേര് സെലക്ട് ആകുകയും അങ്ങനെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ 2 പേര് സെലക്ട് ആകുകയും ചെയ്തു. അങ്ങനെ ഞാനാണ് ബിബിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ പിന്നെയുള്ള കാര്യങ്ങൾ അന്നാണ് ഞാൻ അറിയുന്നത് ഞാനും ബിബി ഉടമ്പടിയിലായിരുന്നു. അത്രയും പേരിൽ നിന്ന് മാതാവ് ആ ഉടമ്പടിയിലായിരുന്നു. ഞങ്ങൾ 2 പേരെയും ഇതിലേക്ക് കൊണ്ടുവന്നു. അതിനൊത്തിരി നന്ദി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിസ അപ്പോയിൻമെൻറ്റ് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ഞങ്ങൾക്ക് വിസ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒക്ടോബർ 1 ക്ലാസ് തുടങ്ങും. അപ്പോൾ കറക്റ്റ് ടൈമിൽ ക്ലാസ്സിൽ കയറാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എല്ലാവർക്കും വിസ വൈകി വന്ന ടൈമോ അങ്ങനെയൊക്കെ ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. പക്ഷേ ഞാനപ്പോൾ അമ്മനോട് നേർന്നു, ഞാനിവിടെ ഉടമ്പടി ധ്യാനം വന്ന് കൂടി പിന്നെ ഞാനിവിടെ വരുന്നത് സാക്ഷ്യം പറയാനായിരിക്കും അമ്മയെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം ഈ അപ്പോയിൻമെൻറ്റിന് മുമ്പൊന്നും എനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ വന്നപ്പോൾ ടൈമിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ പിറ്റേ ആഴ്ചയും വന്നപ്പോഴും എനിക്കിവിടെ ധ്യാനം കൂടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്ന് ധ്യാനം കൂടി. തിങ്കളാഴ്ച എനിക്ക് വിസ ഡിസ്പാച്ച് ആയെന്ന് പറഞ്ഞ മെസ്സേജ് വരികയും ബുധനാഴ്ച എനിക്ക് വിസ ലഭിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം ബിബിയക്ക് വിസ ലഭിക്കുകയും ഞങ്ങൾക്ക് ഒക്ടോബർ 1 ജർമ്മനിലേക്ക് പോകാനും സാധിച്ചു. മാതാവിനെ മാസം തന്നെ പോകാൻ സാധിച്ചതിന് ഒത്തിരി നന്ദി. മാതാവിൻ്റെ സാന്നിധ്യം എന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലെല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ഇതിലല്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ അപ്പം മദ്യപിക്കായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ധ്യാനത്തിന് വിട്ടു. അത് കഴിഞ്ഞ് ഇത്രയും മാസമായിട്ട് എൻ്റെ അപ്പം മദ്യപിച്ചിട്ടില്ല. എൻ്റെ കുടുംബം ഭയങ്കര ആത്മീയതയിലേക്ക് വളർന്നു. പള്ളിയിൽ പോവുകയും അതുപോലെ ബൈബിൾ വായിക്കുകയും ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുകയൊക്കെ ചെയ്തു. ഞാൻ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ബൈബിൾ വായിക്കുകയും പള്ളിയിൽ പോവുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഒരുപാട് പേരെന്നെ പരിഹസിക്കും. പക്ഷേ അവരും അവസാനം മാതാവിൻ്റെ അടുത്ത് തന്നെ എത്തുന്നതായിട്ട് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഡെയിലി ബ്ലെസ്സിങ് എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ഉടമ്പടി ധ്യാനം എല്ലാവർക്കും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളുടെ അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചായയുടെ സ്നാക്സൊക്കെ ആയിട്ട് പോയി അവരോട് സംസാരിക്കുകയും അവരോട് കുറേ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും അവിടുത്തെ രോഗികളെ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് ഞാനിവിടെ വന്ന് പത്രം വാങ്ങിച്ച് ആ ക്രൈസ്തവർക്കായാലും എല്ലാവർക്കും ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പേരിങ്ങനെ ബസ്സിൽ വെച്ചും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോകുന്ന ടൈമിലൊക്കെ കാണും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ പോയി അങ്ങനെ വന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയ മാതാവിൻ്റെ അനുഭവം ഞാൻ അവിടെയൊക്കെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ആശ്വാസവും അതൊക്കെ എനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. എല്ലാ അനുഗ്രഹത്തിനും മാതാവിന് ഒത്തിരി നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ബിബിയ ബെന്നി. ഞാൻ പാലാ രൂപതയിലെ കുറവിലങ്ങാട് ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2025 ജനുവരി 26 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എക്സാമിന് ഡേറ്റ് കിട്ടാതെ വിഷമിച്ചിരുന്ന സിറ്റുവേഷൻസിലൊക്കെ ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അയക്കുകയും 10 ദിവസത്തിനകം എനിക്ക് ഡേറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
അതേപോലെ എൻ്റെ അമ്മ വർഷങ്ങളായി ഉടമ്പടി എടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അമ്മ തന്ന ഉടമ്പടി കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ 4 മൊഡ്യൂൾ എക്സാമുകൾ എഴുതുകയും എല്ലാ മൊഡ്യൂളും ഞാൻ പാസ്സാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഉടമ്പടി എടുക്കണം എന്ന ആഗ്രഹത്താലാണ് ജനുവരി 26-ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം പലതവണ കൃപാസനത്തിൽ വന്നെങ്കിലും ആ ഉടമ്പടി പുതുക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഒത്തു വന്നില്ല. അങ്ങനെ ഈ കഴിഞ്ഞ ജൂൺ 29-ാം തീയതി ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി. ജൂൺ 30-ാം തീയതി എനിക്ക് ജർമ്മനിയിൽ നിന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവാനും എനിക്ക് സാധിച്ചു. അതിനുശേഷം ഒരാഴ്ചക്കകം തന്നെ കോൺട്രാക്റ്റ് വന്നു. ഒക്ടോബർ 1-ന് ക്ലാസ് തുടങ്ങും എന്നാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 8-ാം തീയതി VFSന് ഡേറ്റ് എടുത്തു. പക്ഷേ എന്നാലും വിസ കറക്റ്റ് സമയത്ത് കിട്ടുമോ, ഒക്ടോബർ 1-ന് ചെല്ലാൻ പറ്റുമോ, വിസ റിജക്റ്റ് ആകുമോ, അങ്ങനെ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അമ്മയും കൂടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചൊവ്വാഴ്ച തന്നെ വിസ ഡിസ്പാച്ചായി എന്ന മെയിൽ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇന്നലെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ പേടിച്ചിരുന്ന പോലെ റിജക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇന്നലെ തന്നെ ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. അതേപോലെ ഒന്നിച്ച് പോകാൻ പറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഒരേ ദിവസം ഒരേ ഫ്ലൈറ്റിൽ തന്നെ പോകാനുള്ള അനുഗ്രഹവും അമ്മ മാതാവ് നൽകി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കൃപാസനത്തിലെ പത്രം പറ്റുന്ന പോലെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ അതോടൊപ്പം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും എണ്ണ ഒഴിക്കുകയും ഡെയിലി ബൈബിൾ വായിക്കുകയും ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പാവങ്ങളെ സഹായിക്കാനും പിന്നെ ഓൾഡ് ഏജ് ഹോമിലുള്ള അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള തുക കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. നിയമാവർത്തനം 28:2 അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹമെല്ലാം നിൻ്റെ മേൽ ചൊരിയും. ഈ 2 കുട്ടികളും ഉടമ്പടി എടുത്ത് ജീവിച്ചവരാണ്. സെലക്ഷൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഈ 2 പേരും പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ട്. അങ്ങനെയാണ് ഉടമ്പടി വഴിയുള്ള ബന്ധം കൊണ്ടുകൂടിയാണ് ഇവർ പരസ്പരം അറിയുന്നത് പോലും. ഇപ്പോൾ അതേപോലെ തന്നെ അവർക്ക് ഒരുമിച്ച് പോകുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 2 പേരും നല്ല പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നവരാണ്. ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി എന്നുള്ളത് സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്, ഈശോയെ മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത്. ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ ഏറ്റവും അടുത്തൊരു പൊസിഷനിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ ഈശോയെ അറിഞ്ഞവർ ചെയ്യുന്നതും ഈശോയെ മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ളതാണ്. ഉടമ്പടി നമ്മളെ സഹായിക്കുന്നതും ഏറ്റവും വലിയ കാരുണ്യപ്രവൃത്തിയായ സുവിശേഷ വേല ചെയ്യുവാനാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.